ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കസേര പ്രത്യേകമായി മാറ്റിയിടുന്ന, അവിടേക്ക് അയ്യപ്പ സംഗമത്തിനടക്കം വലിയ തുക സ്പോൺസർമാരിൽ നിന്നടക്കം കണ്ടെത്തി നൽകിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വെളിപ്പെടുത്തൽ നടത്തിയെങ്കിൽ അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്നുവെങ്കിൽ അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക? ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ പാഴ്വാക്കുകൾ എന്നതിനപ്പുറത്തേക്ക് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളെ കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്താണ് അതിന് മറുപടി നൽകാൻ സാധിക്കുക ശ്രീ ഹസ്കർ? അഭിലേഷായി, ആഗോള അയ്യപ്പ സംഗമം കേരളത്തിൽ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങളുടെ തുടക്കം കുറിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇപ്പൊ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി റോഡിൽ തുണിയുരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരു പെരുങ്കള്ളൻ അവതാരമായി അവതരിക്കുകയും ശബരിമലയിലെ സ്വർണവും സ്വത്തുക്കളും കട്ടുകൊണ്ടുപോയി എന്നുള്ളത് ഇപ്പൊ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ശ്രീ ഹസ്കർ, അങ്ങനെ ഒരു കള്ളൻ മാത്രമായിട്ടായിരിക്കും കൊണ്ടുപോയത് എന്നൊന്നും കേരളത്തിന്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല. അത്രമേൽ മിടുക്കനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ ആരും അറിയാതെ ആ ശബരിമലയിൽ നിന്നങ്ങ് അടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ ശരാശരി മലയാളിക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടില്ലേ ശ്രീ ഹസ്കർ? അല്ല അഭിലേഷ്, ഇതില് സ്വാഭാവികമായി നമുക്ക് അത്തരം സംശയങ്ങൾ തോന്നുന്നത് തെറ്റു പറയാനാവില്ല. കാരണം ഒരാൾക്ക് മാത്രമായി അത് ചെയ്യാൻ കഴിയില്ല. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടത്തപ്പെട്ടിട്ടുള്ള ഒരു മോഷണമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ദേവസ്വത്തിന്റെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടുള്ള മുരാരി ബാബു മുതൽ 9ഓളം ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ, മുൻ ഉദ്യോഗസ്ഥന്മാരടക്കം ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസ് ആണല്ലോ, ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ് ഇത് സംബന്ധിച്ച് ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മേന്മയെ മാറ്റുകുറച്ച് കാണിക്കുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ പത്രസമ്മേളനത്തിലൂടെയാണ് ഈ അവതാരത്തെ നാം ആദ്യമായി പൊതുസമൂഹത്തിൽ തിരിച്ചറിയുന്നത്. അത് ആരുടെ ഭാഗത്തു നിന്നുള്ള ഗൂഢാലോചനയാണെന്ന് വളരെ കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ആ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം ഇക്കാര്യം. അല്ല, താങ്കൾ എന്താണ് പറയുന്നത്? അതായത് തുണി ഉരിഞ്ഞു നിൽക്കുന്നു എന്ന് താങ്കൾ ആ പ്രയോഗം സ്വീകരിച്ചത് കൊണ്ടാണ് ഒരു വ്യക്തി സ്വയം തുണി ഉരിഞ്ഞുകൊണ്ടൊരു വിവാദവും ഗൂഢാലോചനയും സൃഷ്ടിക്കുമെന്നത് പോലും ഒരു യുക്തിക്ക് നിരക്കുന്ന ഒന്നാണോ ശ്രീ ഹസ്കർ? അങ്ങനെയല്ല. തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ച് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ സംഘപരിവാർ സംഘടനകളും ആഗോള അയ്യപ്പ സംഗമത്തെയും ശബരിമലയെ അടക്കം ആക്ഷേപിക്കുന്നതിനു വേണ്ടി ശ്രമം നടത്തി. പക്ഷെ ഇപ്പോ ആരാണ് മോഷ്ടാവ്? ഒരു മോഷ്ടാവ് സ്വയം താൻ തന്നെ ചെയ്ത മോഷണത്തെ സാധൂകരിക്കുന്നതിനു വേണ്ടി വിവാദമുണ്ടാക്കിയും അത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മേന്മയുടെ മാറ്റുകുറച്ച് കാണിക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോ വെളിവായിട്ടുണ്ടല്ലോ. അപ്പൊ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യുന്നു. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു തരി പൊന്ന് ആരെങ്കിലും കട്ടുകൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനുള്ള ആർജവം ഇടതുപക്ഷ സർക്കാരിനുണ്ട്. അത് പുറത്തു കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നാണ് ഇപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നത്. കട്ടുകൊണ്ട് പോയി എന്നത് അവിടെ വ്യക്തമല്ലേ ശ്രീ വി എൻ ഹസ്കർ? അതുകൊണ്ടാണല്ലോ ദേവസ്വം ബോർഡ് ഇപ്പോ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. നാളിതുവരെ അത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായും യുക്തവുമായിട്ടുള്ള അന്വേഷണം ദേവസ്വം വിജിലൻസ് നടത്തുകയും ദേവസ്വം വിജിലൻസിന്റെ ഫൈൻഡിങ്സോടുകൂടി അതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്, അതിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഞാൻ ചോദിച്ചത്. അതിലൊരു മോഷ്ടാവ് എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കുമോ? അദ്ദേഹം ഒരു മിടുക്കനായ കള്ളനാണ് എങ്കിൽ. അല്ല, ചില കള്ളന്മാർക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. മോഷ്ടിച്ച മുതലുകൾ സ്വയം ഒളിപ്പിച്ചു വെക്കുകയും അതിനുശേഷം പൊതുസമൂഹത്തിൽ വന്ന് വളരെ മാന്യമായി പെരുമാറുകയും മാന്യമായി ഇടപെടുകയും ചെയ്യുന്ന നിരവധി കള്ളന്മാരെ നമുക്ക്, അത്തരത്തിലൊരു കള്ളനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് നമുക്കിപ്പോ തെളിഞ്ഞല്ലോ. ശരി. പക്ഷെ എന്റെ ഒരു സംശയം ഇതാ, ഈ CPM-ന്റെ തന്നെ പ്രതിനിധി ആയിരുന്നല്ലോ ശ്രീ വാസു. ഈ വാസുവിന്റെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചില്ലേ? ഇതിലിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രേഖാമൂലം ലഭിച്ചിട്ടുള്ളത് ചെമ്പാണ്. അപ്പോൾ പിന്നെ താങ്കൾ ഈ പറയുന്ന അബദ്ധവും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമപരമായി പോലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? അല്ല അഭിലാഷ്, അതില് മഹസറിൽ ചെമ്പ് എന്ന് തിരുത്തി എഴുതുകയും ആദ്യം ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ അടക്കം ഇത് സംബന്ധിച്ച് നേരിട്ട് ചെന്ന് അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇതിനെ അനുഗമിക്കണം എന്നതടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം അട്ടിമറിച്ച് മറ്റൊരു ഉദ്യോഗസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥരുടെ പേര് ഇപ്പോ മാധ്യമങ്ങളിലൂടെ നാം കേട്ടതാണല്ലോ. അപ്പോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ആ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കയ്യിലാക്കി
അവരെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുന്ന സാമ്പത്തികമോ അല്ലാതെയോ ഉള്ള സ്വാധീന ശക്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പൊതുമധ്യത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെരുമാറ്റം, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എൻ വാസു ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന കാലഘട്ടത്തിലോ അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കാലഘട്ടത്തിലോ അല്ല ഇത്തരം ഒരു ഈ മാറ്റം. അല്ലല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു സാങ്കേതികത്വമാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുന്നിൽ ഇപ്പോഴും അദ്ദേഹം കുരുക്കിലാകാൻ പോകുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണം വാസുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അല്ല, നിശ്ചയമായും ഒരു പ്ലെയിൻ റീഡിംഗിൽ നമുക്ക് തോന്നും ആ മഹസറിന്റെ ഉപയോഗം കൊണ്ട്, അല്ലെ ആ മഹസർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമപരമായ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയും. ആ മഹസർ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണല്ലോ ഈ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞു വെക്കുന്നത് ഇതിന് പിന്നിൽ സംഘപരിവാർ അജണ്ട തന്നെയായിരുന്നു എന്നാണല്ലേ, ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? അത് കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പൊതുമധ്യത്തിൽ മനസ്സിലാവും ആരായിരുന്നു ഇത്തരം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. പക്ഷേ അങ്ങനെ ഒരു അജണ്ട സൃഷ്ടിക്കപ്പെട്ടാൽ പോലും ദേവസ്വം ബോർഡ് എന്നത് എത്രയോ കാലങ്ങളായി, കുറഞ്ഞ പക്ഷം കഴിഞ്ഞ 10 വർഷമായെങ്കിലും പിണറായി വിജയനാണല്ലോ ഈ കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നോമിനിക്കാണല്ലോ ദേവസ്വം പ്രസിഡന്റ് ബോർഡിനകത്തൊക്കെ ഇരിക്കുന്നത്. അവരെയൊക്കെ വെട്ടിച്ച് ഈ സംഘപരിവാറിന് ഇത്തരം അജണ്ട നടപ്പിലാക്കാൻ പറ്റുന്നുവെങ്കിൽ അതും വലിയ വീഴ്ചയല്ലേ ശ്രീ ഹസ്കർ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ മോഷണം നടത്തിയത് സംഘപരിവാറിന്റെ അജണ്ടയാണെന്നുള്ള അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മേന്മ തകർക്കുന്നതിനു വേണ്ടി ചില ശക്തികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അത് ശരി ഞാൻ താങ്കളിലേക്ക് വരാം. എന്തായാലും അജയ് തറയിലിന് പോലും അത് ഈ RSSന്റെ സംഘപരിവാറിന്റെ എന്ന് പറയുമ്പോൾ അജയ് തറയിലിന് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. കാരണം